സോ ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 16. നമ്മൾ വീണ്ടും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നുകൊണ്ടാണ്. നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നുള്ളതാണ്. നമ്മളപ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ ജാവ സ്ക്രിപ്റ്റിന്റെ ബേസിക്സ് അടക്കം കുറച്ചധികം സാധനങ്ങൾ നോക്കി. ബേസിക്സ് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്റെ HTML എങ്ങനെ HTML എഴുതാതെ എനിക്ക് HTML ഉണ്ടാക്കാം, HTML എഴുതാതെ എനിക്ക് ജാവ സ്ക്രിപ്റ്റ് വഴി എങ്ങനെ HTML എഴുതാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴത്തെയും പോലെ ഡെസ്ക്ടോപ്പിൽ വരുന്നു, ഒരു ഡേ 16 ഫോൾഡർ ഉണ്ടാക്കുന്നു, index.html ഉണ്ടാക്കുന്നു. അത് കോഡ് ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ VS കോഡിനകത്ത് ഓൾറെഡി ഡേ 16 ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. index.html ഞാൻ വെൽക്കം ബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ താഴത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈവ് സെർവർ സ്റ്റാർട്ട് ആയി നിൽപ്പുണ്ട്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് സ്റ്റെപ്സ് ആണ് ചെയ്തേക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണാം. നമ്മൾ ഡോക്യുമെന്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ അന്ന് ഒക്കെ APSന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയായിരുന്നു എന്താണ് എക്സ്റ്റേണൽ API അല്ലെങ്കിൽ എന്താണ് ബ്രൗസർ API എന്നുള്ളത് നോക്കിയായിരുന്നു. അന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ലോഗ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ console.log ഇങ്ങനെ ഒരു സാധനം കണ്ടായിരുന്നു അല്ലെ. നമ്മൾ ദിസ് കീവേഡ് പഠിച്ചപ്പോഴും ബ്രൗസറിനകത്തുള്ള ദിസ് എന്ന് പറയുന്നത് വിൻഡോ ഒബ്ജക്റ്റ് ആണെന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മുടെ നോഡിനകത്തുള്ള ദിസ് എന്ന് പറയുന്നത് MD JSON ആണ്. കാരണം രണ്ട് എൻവയോൺമെന്റ് ആണ്. സോ കമ്മിങ് ടു ദിസ്, ലൈക്ക് ഇവിടുത്തെ എന്ന് പറയുന്ന ദിസ് എന്ന് പറയുന്നത് വിൻഡോ ഒബ്ജക്റ്റ്, കാരണം ഇത് ബ്രൗസർ ആണ്. ഇതിനകത്തുള്ള വിൻഡോയ്ക്കകത്ത് നമ്മൾ നിൽക്കുന്നത്. സോ ഈ വിൻഡോ നമ്മളപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്, ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ആദ്യം നോക്കാൻ പോകുന്നത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. അതിനകത്ത് വാട്ട് ഈസ് എൻ ഒബ്ജക്ട്, ഐ മീൻ ലൈക്ക് വാട്ട് ഈസ് എ ഡോക്യുമെന്റ്, ആ ഒരു സാധനമാണ് നോക്കാവുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ നിൽക്കുന്നത് വിൻഡോയ്ക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിൻഡോ പയ്യെ തുറക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു സെറ്റ് ലിസ്റ്റോ സാധനം ഇങ്ങനെ കിടക്കുന്നതാണ്. സോ നമുക്ക് എന്താണ് അറിയേണ്ടത്, വാട്ട് ഈസ് എ ഡോക്യുമെന്റ്. അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്ത് ഡോക്യുമെന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് തുറന്നേക്കാം. ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ ഡോക്യുമെന്റിനകത്തും കുറെ അധികം സാധനങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്, ലൊക്കേഷൻ ഉണ്ട്, എന്റെ കറണ്ട് URL ഉണ്ട്, ആക്റ്റീവ് എലമെന്റ് ആയിട്ട് ബോഡി ഒന്നുണ്ട്. ഈ ബോഡി ടാഗ് നമ്മുടെ മറ്റേ ബോഡി ടാഗ് ആണ്. പിന്നെ ലൈക്ക് ഓളിനകത്ത് ഒരു HTML കളക്ഷൻ എന്താന്നുള്ള പറയും. ഇതിനകത്ത് നോക്കിയാൽ ലൈക്ക് നമ്മുടെ പരിചയമുള്ള ആൾക്കാർ തന്നെ കിടപ്പുണ്ട്. ഗ്രാമറിലെ എക്സ്റ്റൻഷൻ ഇവിടെ കയറി വരും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ലൈക്ക് നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് ആൾക്കാരും അല്ലാത്ത കുറെ ആൾക്കാരും ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഡോക് ടൈപ്പ് നമ്മളെ പക്ക HTML-നകത്ത് കൊടുത്ത സാധനങ്ങൾ തന്നെ ഇവിടെ കീ വാല്യൂ ബെയർ ആയിട്ട് കുറച്ചുകൂടെ വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ തന്നെ കുറച്ചധികം പ്രോപ്പർട്ടീസും ഉണ്ട്. സോ ഇതാണ് ഇതിനകത്ത് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഐ മീൻ ബൈ ഡിഫോൾട്ട് അതിന്റെ ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻസും ചക്കാമക ലൈക്ക് എക്സെട്ര ആ ഒരു സാധനം ഫുള്ള് ഈ വിൻഡോ ഒബ്ജക്റ്റിനകത്തുള്ള ഡോക്യുമെന്റ് തുറക്കുകയാണെങ്കിൽ കാണുന്നുണ്ട്. നമുക്കപ്പോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് console.log window.document കൊടുത്തു. അപ്പൊ എന്തായിരുന്നു അറിയാലോ. എന്താണ് വന്നത്, ഞാൻ window.document ഇവിടെ ലോഗ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വന്ന സാധനം ആരാ, ഈ ഗ്രാമറിൽ എക്സ്റ്റൻഷൻ നോക്കണ്ട, അത് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് എന്റെ ഇതിന് വേണ്ടി. ഇവിടെ നിന്ന് അത് നോക്കണം. നമുക്കപ്പോ ഇതിന്റെ ബോഡി തുറന്ന് നോക്കുകയാണെങ്കിൽ ആരാണുള്ളത്, നമ്മുടെ വെൽക്കം ബാക്ക്. അപ്പൊ വാട്ട് ഈസ് എ ഡോക്യുമെന്റ്, കമ്മിങ് ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ നമ്മൾ എഴുതിയ HTML-ലാണ് ഇവരുടെ ഡോക്യുമെന്റ് എന്ന് റെഫർ ചെയ്യുന്നത്. അപ്പോ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തത് അതിലോട്ടാണ് വരുന്നത്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഇപ്പൊ നോക്കിയ പോലെ ഇതാണ് എന്റെ ബ്രൗസർ, ഇതെന്റെ ലൈവ് സെർവർ. ഇതിനകത്ത് ഞാൻ ഡോക്യുമെന്റ് ലോഗ് ചെയ്തപ്പോൾ വന്നത് എന്താണ്, window.document ലോഗ് ചെയ്തപ്പോൾ വന്നത് എന്റെ സ്വന്തം HTML കോഡാണ്, വേറെ ആരുടെ അല്ല. നിങ്ങൾ എഴുതിയ HTML കോഡായിരിക്കും. നിങ്ങളിപ്പോ ഇവിടെ ഹലോ വേൾഡിന് വരെ ഇവിടെ വെൽക്കം ബാക്കിനൊക്കെ ഹലോ വേൾഡ് ആണ് എഴുതിയെങ്കിൽ ആ ഒരു സാധനം ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ, അതിൽ ഡൗട്ടുകൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ സാധനം വാട്സ്ആപ്പ് ഡോക്യുമെന്റ് കവർ ചെയ്തിരുന്നു. അടുത്തത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. ഇതിന് നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം എന്ന് വിളിക്കും. ബേസിക്കലി നമ്മുടെ HTML-ന്റെ തന്നെ ഒരു ട്രീയിലേക്ക് നമ്മളിപ്പോ എന്താന്ന് വരച്ച് കാണിച്ചാൽ ഒരു ട്രീയിലേക്ക് സ്ട്രക്ചർ ആണ് എന്താ പറയുന്നത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു ട്രീ സ്ട്രക്ചർ എന്നും അതിന്റെ യൂസ് കേസ് എന്താന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഈ വാട്സാപ്പ് ഭയങ്കര ശല്യം അവിടെ കിടാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു തന്നത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ട്രീനെ കുറിച്ചാണ്. നമുക്കപ്പോൾ ആ ട്രീ വരയ്ക്കണമെങ്കിൽ ഇതിനകത്ത് ഇനി കുറച്ചുകൂടെ സാധനം ഇടണം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് വലിയൊരു ട്രീ ആക്കാൻ ഇതിനകത്തൊരു ക്ലാസ് കൊടുക്കുന്നു. ഇതിനകത്ത് ഇടുന്ന ആൾക്കാരൊന്നും നിങ്ങൾ പുതിയ ആൾക്കാരല്ല, പഴയ അതേ ക്ലാസ്സിനെയും അങ്ങനത്തെ ആൾക്കാരാണ്. സോ ഒരു ഡൗട്ടൊന്നും വരാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ. സോ ഞാനൊരു ക്ലാസ് ഇട്ടു, ഇവിടെ ഒരു ID ഇട്ടു. ID എന്ന് പറയുന്ന അല്ലെങ്കിൽ ID ഹെഡിങ് തന്നെ കിടന്നോട്ടെ. സോ ഒരു ഹെഡിങ് ഇട്ടു. ഇതിനകത്ത് ഞാനൊരു P ടാഗ് ഇട്ടു, P.content ഇട്ടു. കണ്ടന്റിനകത്ത് ഞാനൊരു ലോറം ഒരു 10 ഇട്ടു. ഈ P ടാഗിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, വേറെ എനിക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ട്,
നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ പേര് പറഞ്ഞ ഐഡിയ ഇല്ല. അത് ഹിഡൻ ഉണ്ട്, ഐഡി പ്രോപ്പ് ഉണ്ട്, ഓൺ ക്ലിക്ക് ഒന്നും വേണ്ട. ഓക്കെ, ഇവിടെ നമുക്ക് തൽക്കാലത്തേക്ക് ഐഡിയ തന്നെ കൊടുക്കാം. ഐഡിയ എന്ന് പറയുന്നത് കണ്ടന്റ്. ഓക്കെ, സോ ഇത്രയാണ് എന്റെ HTML ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇനി അടുത്ത ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം എന്താണെന്നുള്ളത് നോക്കാം. നമുക്കപ്പോ തിയേറ്റർ മതി. സോ നമ്മുടെ സ്വന്തം തിയേറ്റർ ഓപ്പൺ ആയി വരികയാണ്. നമ്മൾ അന്ന് വരച്ച എക്സാമ്പിളും അന്നത്തെ ക്ലാസ് പോയി ഇത്രയും വരച്ചല്ലേ. വണ്ടർഫുൾ. ഇത് നമ്മൾ വരച്ച തന്നെയാണോ? അല്ല, ഇത് ഞാൻ വേറെ എന്തിനോ വരച്ചിട്ടതാണ്. അല്ല നമ്മൾ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ട്രീ ഡയഗ്രാം എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ അറ്റ് ദ റൂട്ട് ഓഫ് ദ ട്രീ ആരാണുള്ളത്? നമ്മുടെ ഡോക്യുമെന്റ് ആണുള്ളത്. സോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, അല്ല വിൻഡോ ആണ് റൂട്ടിലുള്ളത്. ഓക്കെ, സോറി ഗൈസ്, സോറി ബോയ്സ്. സോ അറ്റ് ദ റൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇവിടെ കണ്ട പോലെ ആരാണുള്ളത്? വിൻഡോ ആണ് അറ്റ് ദ റൂട്ടിലുള്ളത്. വിൻഡോയ്ക്കകത്താണ് ഡോക്യുമെന്റ് വരുന്നത്. അപ്പോ ട്രീയുടെ റൂട്ടിൽ ആദ്യം വിൻഡോ ഉണ്ട്. വിൻഡോയ്ക്ക് പെട്ടിയുടെ ഇത്തിരി കൂടിപ്പോയി, കുറഞ്ഞ സൈസ് നോക്കാൻ പറ്റും ഇല്ല. ഓക്കെ, പക്ഷെ അറ്റ് ദ റൂട്ട് എനിക്ക് ഇതുണ്ട്. അതിന്റെ താഴെ എനിക്ക് ആരുണ്ട്? വിൻഡോയ്ക്ക് നേരെ താഴെ എനിക്ക് ആരുണ്ട്? വിൻഡോയ്ക്ക് നേരെ താഴെ എന്ന് പറയുന്നത് വിൻഡോയ്ക്കകത്ത് ആരായിരുന്നു? നമ്മുടെ വിൻഡോയ്ക്കകത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഡോക്യുമെന്റ്. ഓക്കെ, ഡോക്യുമെന്റ് ശരിക്കും സിന്റാക്ടിക്കലി ചെറുതാണ്, നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റുന്നില്ല. ഇവിടെ ജസ്റ്റ് ഡയഗ്രാം ആയിട്ട് അങ്ങനെ നോട്ടെ. ഡോക്യുമെന്റ് എന്താണ് ഇത് രണ്ട് ഗ്രൂപ്പ് ആവത്തെ? ഓക്കെ, എന്റെ ഡോക്യുമെന്റിന്റെ താഴെ ആരാണുള്ളത്? ഡോക്യുമെന്റിനകത്ത് എനിക്ക് മൊത്തം 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? അല്ല, ഡോക്യുമെന്റിനകത്ത് നമുക്ക് ആരാ ഉള്ളത്? ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ലോഗ് ചെയ്ത് നോക്കിയായിരുന്നു. എന്താ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? റെക്കോർഡിംഗ് ഓൺ ആണ്. സ്ക്രീൻ ഷെയറിംഗ് ഓൺ ആണ്. ഓക്കെ, ഞാനിപ്പോ ചോദിച്ചത് എന്റെ ഡോക്യുമെന്റിനകത്ത് ആരാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്താൽ തന്നെ ഇതാണ് എന്റെ ഡോക്യുമെന്റ്. ഞാൻ വിൻഡോയുടെ ഡോക്യുമെന്റ് ലോഗ് ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫംഗ്ഷൻ വന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എന്ന് പറയുന്നത് നമ്മുടെ പക്ക നോർമൽ HTML. അപ്പോ HTML ആണ് ഡോക്യുമെന്റിനകത്തുള്ളത്. ഓക്കെ, സോ അതവിടെ ഇരിക്കട്ടെ. ഇനി HTML-നകത്ത് എന്തുവാ ഉള്ളത്? അതൊക്കെ ഗസ്സബിളാണ്. HTML-നകത്ത് ഒരു ഹെഡ് കാണും, പിന്നെ ഒരു ബോഡി കാണും. ഓക്കെ, അപ്പൊ 2 ആരോ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഹെഡിലോട്ടും വെക്കാം, ഒരെണ്ണം ബോഡിയിലോട്ടും വെക്കാം. ഇനി ഹെഡിനകത്ത് നോക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ട്? എന്റെ 2 മെറ്റാ ടാഗ് ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്. തൽക്കാലം നമ്മൾ മെറ്റ ഇടാൻ പോകുന്നില്ല. തൽക്കാലം ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി നമുക്ക് ടൈറ്റിൽ മാത്രം വെക്കാം. അപ്പൊ ഇതിനകത്ത് ടൈറ്റിൽ ടാഗ് ഉണ്ട്. ടാഗ് നമുക്ക് പെട്ടിയിൽ വെക്കണ്ട, തൽക്കാലം നമുക്ക് പെട്ടിയിൽ വെക്കാം. ഓക്കെ, സോ നമുക്ക് അതിനകത്ത് ആരുണ്ട്? ടാഗിന് നമുക്ക് വേറെ കളർ കൊടുക്കാം, എന്നിട്ട് സ്മോൾ ആക്കാം. ടൈറ്റിൽ ടാഗ് ഉണ്ട്. ഓക്കെ, ടൈറ്റിൽ ടാഗ് ഉണ്ട്. അതേപോലെ എനിക്ക് ബോഡിക്കകത്ത് ഏതൊക്കെ ടാഗ് ഉണ്ട്? ഒരു P ടാഗ് ഉണ്ട്, ഒരു H1 ടാഗ് ഉണ്ട്. അപ്പൊ എന്റെ ബോഡിക്കകത്ത് എനിക്കൊരു P ടാഗ് ഉണ്ട്, ഒരു H1 ടാഗ് ഉണ്ട്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഈ സാധനം ഇട്ട് ടൈറ്റിലിനകത്ത് ഇനി ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നോക്കിയറിയാം. നമ്മുടെ ടൈറ്റിലിനകത്ത് ജസ്റ്റ് ഒരു ടെക്സ്റ്റേ ഉള്ളൂ. H1-നകത്താണെങ്കിൽ 2 ആട്രിബ്യൂട്ടും ഒരു ടെക്സ്റ്റും, P ടാഗിനകത്ത് 2 ആട്രിബ്യൂട്ടും ഒരു ടെക്സ്റ്റും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് P ടാഗിന് അടുത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ID ഉണ്ട്, ക്ലാസ് ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് എലമെന്റ് ഉണ്ട്. ഓക്കെ, ഇതേ സെയിം ആൾക്കാർ തന്നെ ആർക്കുണ്ട്? H1-നും ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ സാമാന്യം വൃത്തിക്ക് നമ്മുടെ ആ ഒരു HTML പേജിന്റെ ആ ഒരു ഡോക്യുമെന്റിന്റെ നമ്മൾ പറഞ്ഞ നമ്മുടെ കീവേഡ് വെച്ചിട്ടാണ് ഡോക്യുമെന്റിന്റെ ഒരു ട്രീ സ്ട്രക്ചർ വെച്ച് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡൗട്ട് ഈ കാണുന്നതാണ് മക്കളെ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം. ഓക്കെ, ഇതാണ് എന്റെ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം. ഈ കാണുന്ന ഈ ഒരു സാധനത്തിനാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഡോ മാനിപ്പുലേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഡോം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റിന്റെ ഞാൻ ഈ കാണിച്ച ഡയഗ്രത്തിന്റെ മാനിപ്പുലേഷൻ. ഇതിനകത്ത് എനിക്ക് അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വഴി ക്ലാസ് ആഡ് ചെയ്യാൻ പറ്റണം, അതിനകത്തുള്ള ടെക്സ്റ്റ് മാറ്റാൻ പറ്റണം, ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് അപ്പൊ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ ഒരിടം വരെ എത്തണമെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ കത്തണം. എന്ന് വെച്ചാൽ എനിക്കിപ്പോ എന്റെ
ഇതിനകത്തുള്ള ലോറം ഇപ്സത്തിന്റെ ഈ ഒരു ഞാൻ ഈ പറഞ്ഞതാണ് നമ്മുടെ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം എന്ന് വെച്ചാൽ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നിങ്ങളുടെ മനസ്സിൽ കത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു ചെറിയ സാധനമാണ്. റിയൽ കേസിനകത്ത് ഇതൊരു മുട്ടൻ ലൈക്ക് ഒരു വലിയൊരു ഡയഗ്രാം വരാം. നമ്മൾ എഴുതി പ്രോഗ്രാം ചെയ്തൊന്നും ആയിരിക്കത്തില്ല. കുറെ സാധനങ്ങളും കുറെ സംഭവങ്ങളും അതിനകത്ത് വരും. സോ ഇതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് വഴി ഈ ബോഡിക്കകത്തുള്ള ഓരോ ടാഗുകൾ ആഡ് ചെയ്യും. ജാവാസ്ക്രിപ്റ്റ് വഴി അതിനകത്തുള്ള സാധനം എഡിറ്റ് ചെയ്യും. അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഇന്ന് നമ്മളൊരു ഗ്ലിംസ് പോലെ കാണും. സോ അതിന് എങ്ങനെ ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളത് നിങ്ങൾ ഇതേ മനസ്സിലാകത്തുള്ളൂ. ഐ മീൻ P.ഡോട്ട് ക്ലാസ് നമ്മൾ CSS സെലക്ടേഴ്സ് പഠിച്ചപ്പോൾ ചെറുതായിട്ട് ആ ഒരു സൈഡിലോട്ട് വരുന്നത് എങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു എലമെന്റിനെ ചൂസ് ചെയ്യാന്നുള്ള. സോ അതേപോലെ തന്നെയാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഡയഗ്രാം ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഡോക്യുമെന്റ് തന്നെ അത് നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട്. സോ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട്സ് കാണും, ടെക്സ്റ്റ് നോട്ട്സ് കാണും, ടാഗുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടും. പിന്നെ ആ ഒരു ഡോക്യുമെന്റിനകത്ത് എങ്ങനെ എത്തണം എന്നുള്ള ഇതാണ് ഇത് വിഷ്വലി നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. നമ്മളപ്പോ ഡോക്യുമെന്റിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഡോക്യുമെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ച് അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകാം. മാനിപ്പുലേറ്റ് ഇൻ ദ സെൻസ് ടു ബ്രിങ് എ ചേഞ്ച് ഓർ അതിന് എന്തെങ്കിലും ഒരു സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വിഷ്വലി എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പോകാം. സോ ഇത് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേസിൽ നമുക്ക് ആരാണുള്ളത്, ആരും എവിടെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഫംഗ്ഷനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഡിഫോൾട്ട് നമ്മൾ അതാണ് ചെയ്തിട്ടുള്ളത്. റൗണ്ടിനകത്ത് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്താണ് റൗണ്ട് ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് എടുക്കാൻ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റിനകത്തും എന്തുണ്ട്, ഫംഗ്ഷൻസ് ഉണ്ട് ഈ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യം പറഞ്ഞ പോലെ ഒരു സാധനത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഫെച്ച് ചെയ്യണം. ഒരു സാധനത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഫെച്ച് ചെയ്യണം. എനിക്കിപ്പോ എന്റെ സ്ക്രീനകത്തുള്ള ഈ വെൽക്കം ബാക്കിന്റെ കളർ മാറ്റണമെങ്കിൽ ഞാൻ അതിനെ ആദ്യം ഫെച്ച് ചെയ്യണം. ഓക്കെ, ആ കീവേഡ് ആലോചിച്ചോളൂ, ഫെച്ച് ചെയ്യണം. അപ്പൊ എനിക്ക് എങ്ങനെ ആ ഒരു സാധനത്തിന്റെ ഫെച്ച് ചെയ്യാൻ ഇൻ ദ സെൻസ് എനിക്ക് അതിന്റെ ഒരു റെഫറൻസ് എടുത്ത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. എനിക്കിപ്പോ വെൽക്കം ബാക്കിന്റെ കളർ മാറ്റി റെഡ് ആക്കണമെന്ന് കരുതിക്കോ. ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് HTML വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ജസ്റ്റ് ഇവിടെ ഞാനിപ്പോ സിംപ്ലിസിറ്റിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് ഡാർക്ക് മോഡാക്കാം. ഇത് ഞാൻ വെറുതെ എഴുതുന്നതാണ്. ദിസ് ഹാസ് നോ റെലവൻസ് ടു ടോപ്പിക് വി ആർ ടോക്കിംഗ്, ഐ മീൻ ലൈക്ക് ഡിസ്കസിങ് നൗ. #2121 കളർ ലൈറ്റ്. യെസ്. സോ എന്താണ് ഒന്നും കാണാത്ത ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടി നൈസായി. സോ ഇത് ഞാൻ ചെയ്തത് വെറുതെ ചെയ്തതാണ്. എനിക്കിപ്പോ ഇതിനകത്ത് ഈ വെള്ള കളറിലുള്ളതിനെ പിടിച്ച് റെഡ് കളറോ ഗ്രീൻ കളറോ ആക്കണം. അതപ്പോ നമ്മളിപ്പോ HTML വഴി നമ്മുടെ നോർമൽ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ഇൻലൈൻ എഴുതാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ CSS എഴുതാം. ഞാൻ തൽക്കാലത്തേക്ക് ഇൻലൈൻ എഴുതുകയാണ്, കളർ റെഡ് കൊടുത്ത്. ഓക്കെ, സോ എന്ത് സംഭവിക്കും, അതിന്റെ കളർ റെഡായി. എനിക്കിത് HTML ഇടാതെ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വഴി എഴുതാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല എല്ലാ സാധനവും നിങ്ങൾ ബേസിക്കലി ഞാൻ അച്ചീവ് ചെയ്യാനുള്ളതിന് നമുക്ക് കുറച്ചധികം ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചേഞ്ച് എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് ഈ സാധനത്തിന്റെ കളർ മാറ്റി റെഡ് ആക്കണം. അതിന് എന്ത് ചെയ്യണം, ആദ്യം ആ ഒരു സാധനത്തിന്റെ റെഫറൻസ് നമ്മൾ ഫെച്ച് ചെയ്യണം. അതിന് നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ ആണ് ഇതെന്താണിത്, വാട്ട് ഈസ് ദിസ് ഈസ് ആൻ എലമെന്റ് അല്ലേ. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ HTML പഠിച്ച പോലെ 2 ടാഗ് കൂടുന്നതാണ് എലമെന്റ്. ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2 ടാഗുകൾ, ഒരു സ്റ്റാർട്ടിങ്ങും പിന്നെ ഒരു എൻഡിങ്ങും കൂടുന്നതാണ് ഒരു എലമെന്റ് എന്ന് പറയുന്നത്. സോ ആദ്യം എനിക്ക് ഈ എലമെന്റിന്റെ റെഫറൻസ് എടുക്കണം. സോ റെഫറൻസ് എനിക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്ന് നമ്മൾ CSS സെലക്ടർ ഇട്ടില്ലേ, ഐ മീൻ ക്ലാസ് നെയിം കൊടുത്ത പോലെ എനിക്കിവിടെ ഉണ്ടെങ്കിൽ H1 ഡയറക്റ്റ് ആയിട്ട് പേര് വിളിക്കാം ടാഗ് നെയിം വെച്ച്, അല്ലെങ്കിൽ ക്ലാസ് വെച്ചെടുക്കാം, ID വെച്ചെടുക്കാം. ഓക്കെ, CSS അതേ സെലക്ടേഴ്സിന്റെ മെക്കാനിസം തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ ഗെറ്റ് എലമെന്റ് ബൈ ID, ഇതാണ് എന്റെ ഫംഗ്ഷൻ. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. അപ്പൊ എന്താ ചെയ്യുന്നത്, ഞാൻ ഒരു എലമെന്റിനെ ഏതോ ഒരു എലമെന്റിനെ ID വെച്ചെടുക്കാൻ പോവാം. അതിന്റെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് സ്ട്രിങ്ങിനകത്ത് ഏത് എലമെന്റ് ആണോ വേണ്ടത് ആ എലമെന്റിന് ID ഉണ്ടായിരിക്കണം. ആ എലമെന്റിന് ഒരു ID ഉണ്ടായിരിക്കണം. ആ IDയുടെ പേര് വേണം ഞാൻ ഇവിടെ കൊടുക്കാൻ. കൊടുത്തു. എന്താണ് ഇവിടെ വന്നത്? ഞാനപ്പോ എന്റെ HTML ഒരു ലൈൻ എനിക്ക് ഇപ്പൊ എന്റെ വിൻഡോയ്ക്കകത്ത്, ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ വർക്കിംഗ് കോണ്ടെക്സ്റ്റ് ടൈമിലൊക്കെ എൻവയോൺമെന്റ് അല്ല. അപ്പൊ ഞാൻ അവിടെ എഴുതിയ ഒരു HTML കോഡ് എനിക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സാധനം എന്ത് എസ്റ്റാബ്ലിഷ് ആയി, റെഫറൻസ് കിട്ടി. ഓക്കെ, എനിക്ക് ഈ ഒരു സാധനത്തിന്റെ കളർ മാറ്റണം എന്നുള്ളതായിരുന്നു എന്റെ എയിം. എനിക്കപ്പോ അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് കിട്ടി. നമുക്കപ്പോ ആ റെഫറൻസിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. കോൺസ്റ്റ് h1 = document.getElementById h1. ഇനി ഞാൻ h1 കൊടുക്കുകയാണെങ്കിൽ h1നകത്ത് എന്റെ ആ സാധനത്തിന്റെ റെഫറൻസ് ആണ് ഉള്ളത്. എനിക്കിനി h1ന്റെ കളർ മാറ്റണം. ഓക്കെ, കളർ മാറ്റി റെഡ് ആക്കണം. അതിന് എന്ത് ചെയ്യാൻ പറ്റും, h1.style.
കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എടാ ഇത് നമുക്ക് ഇവിടത്തെ HTML നോക്കിക്കോ. ഇതിനകത്ത് ഇൻലൈനിൽ ഒറ്റൊരു സാധനം എഴുതിയിട്ടില്ല. എന്തേലും ഉണ്ടോ? ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ട്, ഒരു ID ഉണ്ട്, അതിനകത്തൊരു ഹെഡിങ് ഉണ്ട്. ഇതിനകത്ത് ഇൻലൈനായിട്ട് റെഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിന്റെ 7 അയലത്തൂടെ പോയിട്ടില്ല. നമ്മൾ ഇവിടെ വെച്ചാണ് എന്ത് ചെയ്ത് അതിന്റെ റെഫറൻസ് എടുത്തു. ആ H1ന്റെ സ്റ്റൈലിനകത്തുള്ള കളറിനകത്ത് ഞാൻ റെഡ് ഇടാൻ പറഞ്ഞു. ഇനി നമുക്ക് എലമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ കണ്ടോ ഇൻലൈനായിട്ട് വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ട. സോ ഈ ഒരു സാധനം എന്ന് പറയുന്നത് കളറിന്റെ റെഡ് ആണ്. സോ ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്ന പക്ക ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാ, ഇതിനകത്ത് വേറെ ഒരു സാധനം ഇട്ടിട്ടില്ല. മനസ്സിലായില്ലേ? സോ ഇതേപോലെ തന്നെ ഞാനിപ്പോ വെറുതെ ചെയ്തത് ഒരു സ്റ്റൈൽ ആഡ് ചെയ്തത്. ഇതുപോലെ എനിക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആ എലമെന്റിന്റെ ഫോണ്ട് സൈസ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി വെക്കാം നമുക്ക് ഇനി ജാവാസ്ക്രിപ്റ്റ് വഴി. ഞാനിപ്പോ ഇവിടെ h1 ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. ചിലപ്പോ നിങ്ങൾക്ക് ഇത് സജഷൻ തരും, ചിലപ്പോ തരില്ല. നമുക്കിപ്പോ റെഡിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിടാം, വൈറ്റ് ഇടാം. നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൈറ്റ് വന്ന് കണ്ട. ഇനി എനിക്ക് h1 ഡോട്ട് സ്റ്റൈൽ ഡോട്ട് പാഡിങ് ഇടുന്നതിൽ പാഡിങ് എത്ര എണ്ണം എനിക്കിപ്പോ ഒരു 10 പിക്സൽ ഇട്ടാൽ മതി. പാഡിങ് വന്നു. ഇതേപോലെ നമുക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ആപ്പ് ജാവാസ്ക്രിപ്റ്റ് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ഇവഞ്ച്വലി നമ്മൾ അങ്ങനത്തെ പ്രോജക്ട്സിലോട്ട് ഇട്ടും. തൽക്കാലത്തേക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി, അങ്ങനെ കുറെ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന. ക്വറി സെലക്ടർ, നമ്മൾ ക്വറി സെലക്ടർ കണ്ടായിരുന്നു അന്നത്തെ. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇനിഷ്യലി തുടങ്ങിയ അവിടെ നമ്മൾ ഒരു റാൻഡം നമ്പർ ഗെസ്സിംഗ് ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നമുക്ക് ഗെറ്റ് എലമെന്റ് നമ്മൾ ക്വറി സെലക്ടർ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് എടുത്തു നോക്കാം. MDNനകത്ത് നമുക്ക് നമ്പർ ഗെസ്സിംഗ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സ്പ്ലാഷിനാണ് നമ്മളിത് ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ദിവസം ഈ ഒരു എക്സാമ്പിൾ വെച്ചാണ് തുടങ്ങിയത്. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കണ്ട ഡോക്യുമെന്റ്, നമ്മളിപ്പോ ഡോക്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു. ഇത് വെച്ച് നമ്മൾ അന്ന് പറഞ്ഞു ഇതിനകത്തുള്ള HTML ഇവർ അന്ന് ഒരു HTML തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഓരോ ഫീൽഡേയും റെഫറൻസ് ചെയ്തിട്ട് ഇവിടെ താഴോട്ട് വലിയ ലോജിക് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ട ഓരോ ഫീൽഡ് റെഫറൻസ് ചെയ്ത് അതിനകത്തുള്ള ടെക്സ്റ്റ് കണ്ടന്റ് ഞാനിപ്പോ ഡോക്യുമെന്റ് ഡോം മോഡൽ ഡയഗ്രത്തിൽ കാണിച്ച പോലെ ആ ഒരു ഡോക്യുമെന്റിനകത്തുള്ള കണ്ടന്റ് മാറ്റുന്നു. അങ്ങനത്തെ ചേഞ്ചസ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. സോ അതേപോലെ നമുക്കിപ്പോ ആ ഒരു ഫംഗ്ഷൻ ഞാനിപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ ഇതവിടെ നിൽക്കട്ടെ. HTML കളക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് സെലക്ടർ എന്താണെന്ന് പറഞ്ഞാൽ മാത്രം ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം സെലക്ട് ചെയ്യുമ്പോഴാണ് അത് ഒരു HTML കളക്ഷൻ ആവുന്നത്. അതേപോലെ തന്നെയാണ് നോഡ് കളക്ഷൻ. ഇതും അറേയുമായിട്ട് വലുതല്ലാത്തൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിലോട്ട് വരാം. അതിന് മുമ്പ് നമ്മൾ സെലക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഞാനപ്പോ പറഞ്ഞത് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി എന്ന് പറയുന്നത് ഈ ഒരു സെലക്ടറിന്റെ ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. എഴുതുന്നത് ഗെറ്റ് ആട്രിബ്യൂട്ട് സെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞ പോലെ നമുക്ക് ഇതിപ്പോ ഞാൻ റീലോഡ് ചെയ്താൽ എല്ലാം പോകും. കാരണം ഇത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയതല്ല, ബ്രൗസർ ഇതിനകത്ത് ഇൻസ്പെക്ട് ടാബിനകത്ത് നമ്മളന്ന് നമ്മളപ്പോ ഒരു ഡേ 1 ഒരു ഇൻസ്പെക്ട് ടാസ്ക് ചെയ്തുതരാം. അതിനകത്ത് ചെയ്ത സാധനം റീഫ്രഷ് ചെയ്താൽ പോകുന്ന പോലെ ഞാൻ അൺലെസ് ഞാൻ ഇൻകോഡ് സ്ക്രിപ്റ്റ് എഴുതാത്തടത്തോളം കാലം ഞാൻ ഇതിനകത്ത് എന്ത് എഴുതിയാലും അത് അടുത്ത റീഫ്രഷിൽ പോകും. അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതവിടെ പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരും. തൽക്കാലം ഞാൻ പറയുന്ന എളുപ്പത്തിന് വേണ്ടി ഇവിടെ എഴുതുകയാണ്. നമുക്ക് വൺസ് ഇന്നത്തെ ഡേ ഒന്ന് കവറായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കോഡിലോട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത് മൂവ് ചെയ്യാം. ഓക്കെ, സോ അടുത്തത് ഞാനപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഗെറ്റ് ആട്രിബ്യൂട്ടും സെറ്റ് ആട്രിബ്യൂട്ടും എന്താണ്. സ്റ്റൈൽ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഞാനിപ്പോ കവർ ചെയ്ത്. അതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ച് എങ്ങനെ ഒരു എലമെന്റിന്റെ സ്റ്റൈല് മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഓക്കെ, നമുക്കപ്പോ അടുത്തത് എന്താണുള്ളത്, ഗെറ്റ് ആട്രിബ്യൂട്ടും സെറ്റ് ആട്രിബ്യൂട്ടും എന്നതാണ്. നമുക്ക് ആ ഒരു സാധനത്തിലോട്ട് ചാടാം. സോ പേര് പറയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ച് എന്ത് തേങ്ങ വേണോ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോ 10 ടാഗോ അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആപ്ലിക്കേഷൻ തന്നെ എനിക്ക് ജാവാസ്ക്രിപ്റ്റ് മാത്രം വെച്ച് എന്റെ HTML-നകത്ത് കോഡ് ഇട്ടിട്ട് എഴുതാൻ പറ്റും. സോ അതുപോലെ തന്നെ അപ്പൊ എനിക്ക് HTML എഴുതാൻ പറ്റുമെങ്കിൽ എനിക്ക് HTML-നകത്ത് ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അതെങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തത്? ഓക്കെ, സോ ആ ഒരു സാധനമാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഒരു വേ എന്ന് പറയുന്നത് ഞാനിപ്പോ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആയിരുന്നു. ഞാനതിപ്പോ ഗെറ്റ് ആട്രിബ്യൂട്ട് സെറ്റ് ആട്രിബ്യൂട്ടും ഇല്ലാതെ തന്നെയാണ് സെറ്റ് ചെയ്തത്. അതിന്റെ യൂസ് കേസ് അതിന്റെ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ സാധനത്തിലോട്ട് ഞാൻ വരാം. തൽക്കാലം നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഗെറ്റ് ആട്രിബ്യൂട്ടും സെറ്റ് ആട്രിബ്യൂട്ടും വെച്ച് എങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോ ഞാൻ വീണ്ടും നേരത്തെ എടുത്ത എന്റെ റെഫറൻസ് മിക്കവാറും പോകാനാണ് സാധ്യത കൂടുതൽ. ഞാനപ്പോ അത് വീണ്ടും ഒന്ന് ഇടുക. H1 ഓക്കെ, നേരത്തെ എന്റെ ഇതുണ്ടായിരുന്നു. സോ H1 ഡോട്ട് സെറ്റ് ആട്രിബ്യൂട്ട്, എനിക്ക് H1-നകത്ത് ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോ ഇവിടെ ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട് ഹെഡിങ് എന്ന് പറയുന്നത്. എനിക്കിപ്പോ എനിക്കിപ്പോ
അവിടെ ഒരു ക്ലാസ് ഇല്ലെന്ന് തന്നെ അസ്യൂം ചെയ്തു. എനിക്ക് HTML അത് ഞാൻ ക്ലാസ് ഇട്ടിട്ടില്ല. എനിക്കിപ്പോ ക്ലാസ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് വഴി ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. സെറ്റ് ആട്രിബ്യൂട്ടിനകത്ത് ഞാനിപ്പോ ആദ്യം ഏത് ആട്രിബ്യൂട്ട് ആണോ സെറ്റ് ചെയ്യുന്നത് അതിന്റെ പേര് കൊടുക്കും. ഞാനിപ്പോ ക്ലാസ് ആണ് സെറ്റ് ചെയ്യുന്നത്. രണ്ട്, അതിന്റെ വാല്യൂ എന്താണ് ഇടുന്നത്, ന്യൂ ക്ലാസ്. ഓക്കെ, ഇനി നമുക്കൊന്ന് എൻ്റർ അടിച്ചു നോക്കാം എന്താണ്. അതിന് മുന്നേ ആയിട്ട് എൻ്റർ അടിച്ചിട്ടില്ല. എൻ്റർ അടിക്കുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ഇപ്പോഴും H1 ക്ലാസ് എന്ന് പറയുന്ന ഹെഡിങ് ആണ്, ID എന്ന് പറയുന്ന ഹെഡിങ് ആണ്, വെൽക്കം ബാക്ക് ആണ്. ഇനി ഞാൻ ഇവിടെ ഒന്ന് കൺസോൾ എൻ്റർ ക്ലിക്ക് ചെയ്യാൻ, എൻ്റർ ക്ലിക്ക് ചെയ്തു. സോ എലമെന്റ്സിനകത്ത് തന്നെ കണ്ട വാട്ട് ഹാപ്പൻ. നേരത്തെ എന്റെ HTML-നകത്ത് ഉണ്ടായിരുന്ന ഹെഡിങ് ആദ്യം ഇവിടെ റെൻഡർ ചെയ്തപ്പോ എന്തായിരുന്നു, ഹെഡിങ് തന്നെയായിരുന്നു. പിന്നെ ജാവാസ്ക്രിപ്റ്റ് വൺസ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തപ്പോ ആ ക്ലാസ് ആട്രിബ്യൂട്ടിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളെ സെറ്റ് ആട്രിബ്യൂട്ട് പോയി റീപ്ലേസ് ചെയ്തു, അത് ന്യൂ ക്ലാസ് ആയി. ഓക്കെ, നമുക്കിനി വേറൊരു സാധനം നോക്കാം. ഞാൻ നേരത്തെ നമുക്ക് H1 ക്ലാസ് ഉണ്ടോ, ഇല്ല, ക്ലാസ് ലിസ്റ്റേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഇതാണ് സെറ്റ് ആട്രിബ്യൂട്ട്. സെറ്റ് ആട്രിബ്യൂട്ടിന്റെ ഒരു ഡിഫക്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ കണ്ട ഒരു സാധനം എന്താണത്, ഞാൻ ഇവിടെ ഓൾറെഡി ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് സെറ്റ് ആട്രിബ്യൂട്ട് എടുത്ത ശേഷം അതിനകത്ത് ഞാൻ ന്യൂ ക്ലാസ് സെറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്റെ HTML എലമെന്റിന്, ഐ മീൻ H1 എലമെന്റ് എന്താ സംഭവിച്ചത്, എന്റെ അവിടെ ഉണ്ടായിരുന്ന ഹെഡിങ്ങിനകത്തുള്ള ഹെഡിങ് മൊത്തത്തിൽ റീപ്ലേസ് ആയിട്ടാണ് ആര് വന്നത്, ന്യൂ ക്ലാസ് വന്നത്. ഇതെന്താണ്, ഇവന്റെ ആവശ്യം നമുക്കിപ്പോ ശരിക്കും ഇല്ല. മോനും താഴ്ത്തു പോയ സോ ആ ഒരു സാധനം അവിടെ റീപ്ലേസ് ആവുകയാണ് ചെയ്തത്. സോ സെറ്റ് ആട്രിബ്യൂട്ടിന്റെ ഒരു ഡിഫക്ട്, ഒരു വൺ ഓഫ് ദ മെയിൻ ഡിഫക്ട് എന്ന് പറയുന്നത് ഈ സാധനം റീപ്ലേസ് ആവും. നമ്മുടെ HTML എന്താണോ ഉള്ളത് ആ ഒരു സാധനം ന്യൂ ക്ലാസ്, ഐ മീൻ ലൈക്ക് സെറ്റ് ആട്രിബ്യൂട്ട് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അന്ത ഒരു സാധനം റീപ്ലേസ് ആയിപ്പോ, പിന്നെ അത് തിരിച്ചു കിട്ടത്തില്ല. ഓക്കെ, ഇന്ന് ഇത്തിരി സ്പീഡ് കൂടുതലാണല്ലോ പിള്ളേരെ. ഇതിപ്പോ നേരത്തെ ക്ലാസ് തീരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ സെറ്റ് ആട്രിബ്യൂട്ട് ആണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഗെസ്സബിൾ ആണ് സാധനം. വാട്ട് ഡു യു മീൻ ബൈ ഗെറ്റ് ആട്രിബ്യൂട്ട്? ഞാനിപ്പോ HTML എടുത്ത് ഗെറ്റ് ആട്രിബ്യൂട്ട് എടുത്ത് നമുക്ക് ഒന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു നോക്കാം എന്താ പറ്റുക എന്നുള്ളത്. ഞാൻ കൊടുത്തു നോക്കില്ല, നമുക്ക് കൊടുത്തു നോക്കാം. അൺകോട്ട് എറർ, ആർഗ്യുമെന്റ് കൊടുത്താൽ ഈ എറർ മെസ്സേജുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കണം. അതൊരു കീ സ്കില്ലാണ്. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുന്നത് ഫെയിൽഡ് ടു എക്സിക്യൂട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട്. ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താ, എന്റെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവാൻ ഫെയിലായി ഓൺ എലമെന്റ് 1. എലമെന്റ് എന്ന് പറയുന്നത് എന്റെ H1. 1 ആർഗ്യുമെന്റ് റിക്വയർഡ്. എന്താണ് ഒരു ആർഗ്യുമെന്റ്? ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്ന സാധനമാണ് ആർഗ്യുമെന്റ്. ഒരു ആർഗ്യുമെന്റ് റിക്വയർഡ് ആയിരുന്നു, പക്ഷെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് 0%. അതാണ് എറർ അടിച്ചത്. അപ്പോൾ അല്ലാതെ വർക്ക് ആവത്തില്ല. അപ്പൊ നമുക്ക് ഏതാണ്, ഒരു ആർഗ്യുമെന്റ് മതി. സെറ്റ് ആട്രിബ്യൂട്ടിനായിരുന്നെങ്കിൽ 2 ആർഗ്യുമെന്റ് വേണം. നമുക്കിപ്പോ ഇവിടെ H1 സെറ്റ് ആട്രിബ്യൂട്ട് വെറുതെ വിളിച്ചു നോക്കുകയാണെങ്കിൽ കണ്ട 2 എണ്ണം വേണ്ടി വന്നു, ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് 0. ഇവിടെ നോക്കിയ ഗെറ്റ് ആട്രിബ്യൂട്ടിനകത്ത് ഒരെണ്ണം മതി. കാരണം അവിടെ നമ്മൾ ഗെറ്റ് ആണ് ചെയ്യുന്നത്. ഗെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ആട്രിബ്യൂട്ടിന്റെ പേര് ഏതോ അത് മാത്രം കൊടുത്താൽ നിങ്ങൾ അതിന്റെ വാല്യൂ കൊടുക്കണം. വാല്യൂ എങ്ങനെ, വാല്യൂ വെച്ചാൽ ഗെറ്റ് ചെയ്യോ അല്ലേ? ഓക്കെ, സോ H1 കൊടുത്തു. പാവം പീറ്റാഗ്. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ID ഗെറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് ഓക്കെ, സെറ്റ് ആട്രിബ്യൂട്ട് അല്ല ഗെറ്റ് ആട്രിബ്യൂട്ട് ആയിരുന്നു, മാറിപ്പോയി. കണ്ട H1 ഗെറ്റ് ആട്രിബ്യൂട്ട് ഓഫ് ID വിളിച്ചപ്പോ ആര് കിട്ടി, ഹെഡിങ് കിട്ടി. കണ്ട, ഇതാണ് സാധനം. ഇനിയിപ്പോ ഞാൻ നമുക്കിപ്പോ H1 നേരത്തെ ഇട്ട സെയിം സാധനം തന്നെയാണ്, കളർ ഈക്വൽ ടു വയലറ്റ്. ഓക്കെ, ഇപ്പൊ വയലറ്റ്, ഇപ്പുറത്ത് കളർ പറയണ്ടില്ലേ. ഇനി നമുക്ക് ആ സ്റ്റൈല് കിട്ടുമോ നോക്കി വെക്കാം. ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കി വെക്കാം. ഗെറ്റ് ആട്രിബ്യൂട്ട്, ആനിമേഷൻ അല്ല ആട്രിബ്യൂട്ട്. ഓക്കെ, ആട്രിബ്യൂട്ട് ഓഫ് സ്റ്റൈല് കിട്ടി. കണ്ട 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 കണ്ട. സോ എനിക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി ആഡ് ചെയ്താൽ അത് അപ്പൊ തന്നെ ഇവിടെ അപ്ഡേറ്റ് ആവും, നമ്മുടെ ഡോക്യുമെന്റിനകത്ത് അപ്ഡേറ്റ് ആവും. ഞാൻ ഇട്ട സ്റ്റൈല് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഈ ഒരു സാധനം അതായി.